ഇന്ന് ഞാൻ എന്താണ്ട് കാകിനായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കുറച്ച് നാൾ മുന്നേ അതിഥി റാവുവിന് വൈറലായ ഒരു ഡിഷാണ് ഇത് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് നമുക്ക് വേണ്ടത് ഒരു സവാള നീളത്തിലരിഞ്ഞതും 2 പച്ചമുളകാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഞങ്ങളിവിടെ 3 പേരായതുകൊണ്ട് 3 മുട്ടയാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം, ചട്നി ഉണ്ടാക്കണം. അതിന് ആവശ്യത്തിന് ഗാർലിക്കും അതിലേക്ക് കുറച്ച് ചില്ലി പൗഡറും പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ ആദ്യമേ ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റി ഉണ്ടാക്കിയുള്ളൂ, പക്ഷെ നമുക്ക് കുറച്ചും കൂടി അധികം ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ചൂടായ പാനിലേക്ക് ഇതുപോലെ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒണിയനില്ലേ അതും കൂടി ഇതിലിട്ടേക്ക് ഒരു പിങ്കിഷ് കളറ് വരുന്നത് വരെ ഒരുപാട് വാട്ടണ്ട. ഇതുപോലെ താണ്ട ഒരു പിങ്കിഷ് കളർ വരുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ അരിഞ്ഞ് ഒരു 2 പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഞാൻ ഇളക്കി കൊടുത്ത്. പിന്നെ അതിലേക്ക് ഇതുപോലെ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം മൂടി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ കാക്കിന് റെഡി. അതിലേക്ക് നമ്മുടെ ചമ്മന്തിയും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷിനായിട്ട് മല്ലിയിലയും കൂടി ഇട്ടാൽ സംഭവം കിടി. പക്ഷെ പൊളി സാധനമായിരുന്നു കേട്ടോ. വൺസ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ എപ്പോഴും ഇതൊന്ന് ഈസി പീസി റെസിപ്പി ആക്കി ഉണ്ടാക്കാൻ നോക്കും. ഞാനിവിടെ അപ്പത്തിൻ്റെ കൂടെയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്യണേ. അതോടൊപ്പം സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.